നാളെ കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങുന്നല്ലേ അല്ലേ? അപ്പൊ എല്ലാവരുടെ വീട്ടില് നല്ല തിരക്കനായിരിക്കും, ക്ലീനിങ്ങും കാര്യങ്ങളും. അതുപോലെ നമുക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ സേവനവാരം, അതുപോലെ അട്ടിക്കലും തുടക്കലും കഴുകലും ഒന്നി വേണ്ട എല്ലാ പരിപാടികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും എല്ലാം തയ്യാറാക്കണ്ടേ. അപ്പൊ ഇന്ന് ഒരു ടയേർഡായ ഒരു ദിവസം കൂടിയാണ്. ആ ദിവസത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്മീൻ. അപ്പോൾ ആ ചെമ്മീനെല്ലാം ഉരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണി തന്നെ ഉണ്ട്. അപ്പൊ ആ ഇടയിൽ കൂടെ ആ ചെമ്മീൻ ഉരിച്ചതാ കോര, നമ്മൾ ഇവിടെ കോര എന്ന് പറയട്ടാ. കുറച്ച് വലിപ്പമുള്ള കോരനെ കിട്ടിയിട്ടുണ്ട്. അത് പൊരിക്കാൻ നേരിച്ച് അങ്ങനെതാ ഞാൻ പച്ചക്കറി ഉപ്പേരി ആ ഐറ്റംസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കിന്ന് ഭയങ്കര ഒരു ടയേർഡ് തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം പച്ചക്കറി ഒന്നും വെക്കാതെ മീൻകറിയും പൊരിച്ചതും മാത്രം ആക്കിയിട്ട് നമ്മൾ വേഗം ചോറ് കഴിച്ചിട്ടോ. പിന്നെ അതിന് ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി. എന്നുവെച്ചാൽ കുറച്ച് കിടന്നതിന് ശേഷം കേട്ടോ, 1 മണിക്കൂറോളം കിടന്നതിന് ശേഷം വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നാളെ കർക്കിടക 1 അപ്പൊ നമുക്ക് സീബോധിക്ക് വെക്കാണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദശപുഷ്പം ഇത് വെക്കുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇന്റർലോക്കിന്റെ മേലല്ലതാ മൂക്കുറ്റി, കയ്യോന്നി, ചെറുള, പിന്നെന്താ പൂവാങ്കുരുന്ന്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിട്ട് കേട്ടോ. അതൊരു ഭാഗ്യം തന്നെ പറയണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നറിയോ, ഇതുള്ളിടത്ത് തെരഞ്ഞു പോയി പിടിച്ച് പറിച്ചു കൊണ്ടുവരും. നമുക്കൊരു തലേന്ന് തന്നെ എല്ലാം കുറച്ചധികം പറിക്കും. ഇപ്പൊ നമുക്ക് രാവിലെ നേരത്തെ പുലർച്ചെ വെക്കുന്നതല്ലേ, അപ്പൊ അതിന് സമയത്ത് പോയി തരാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ എന്താക്കുന്നറിയോ, ശേഷം പൂഴി എടുത്തും അത് കുഴിച്ചിട്ടിട്ട് എന്നാൽ അതൊരു ഉഷാറിൽ നിൽക്കും. ഇത്തിരി നനച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടത് ഞാനിങ്ങനെ ഒരു 5 ദിവസം ശേഖരിച്ച് വെക്കലാണ് കേട്ടോ. കിട്ടുന്നിടത്ത് എടുത്ത് പെറുക്കിക്കൊണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം നല്ലൊരു ഭാഗ്യമുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇന്റർലോക്കിന്റെ മേലിലാണ് കേട്ടോ മുക്കുറ്റി അതും ഇതെല്ലാം വളർന്നത്. അതൊരു ഭാഗ്യം തന്നെ പറയണം കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എവിടെയും പോകാതെ നമ്മളെ വീട്ടുമുറ്റത്തുള്ള ദശപുഷ്പം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം നമ്മൾ സീബോധിക്ക് വെക്കുന്നത്. അപ്പൊ ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനിയിപ്പം നാളെ രാവിലെ നമുക്ക് വിളക്ക് വെക്കാനുള്ളതല്ലേ. അപ്പൊ ഇന്ന് ഞാനിതാ ചെടീൻ്റെ അടുത്തെല്ലാം ഒന്ന് പരതി നോക്കുന്നുണ്ട്. വേറെയും 10 ദശപുഷ്പം നമുക്ക് എന്തായാലും കിട്ടൂല. അപ്പൊ കിട്ടുന്ന വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എല്ലാം കുറേ പരതി നോക്കി. പക്ഷേ ഒരുവിധം കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് ഒന്ന് പറമ്പിലേക്ക് പോകാന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് ചെടിയും മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കാട്ടിനുള്ളിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കയ്യോന്നി. കയ്യോന്നി കേട്ടോ. ഇതൊക്കെ തനിയെ ഉണ്ട്, അത് കുഴിച്ചിട്ടതും കൂടല്ല. എനിക്കൊരു അത്ഭുതം അത് ഇപ്രാവശ്യം നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ. ഞാൻ തെരഞ്ഞ് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ആ പറമ്പിലും കൂടെ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. ആ പറമ്പിൽ പിന്നെ കാട് മഴ പെയ്തിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. പേടിയാണ് കാലൊക്കെ വെക്കാൻ. പാമ്പെന്തെങ്കിലും ഉണ്ടാകുമെന്ന് പേടിയാനുണ്ട്. ഇത് ഞാനിതാ പറിച്ചെന്താണെന്നറിയോ, ഇത് കേശവർദ്ധിനി, കേശകാന്തി എന്നെല്ലാം പറയില്ലേ, ആ ഒരു ചെടിയാണ്. ഇത് ഞാൻ വാങ്ങി കുഴിച്ചിട്ടാണ് കേട്ടോ. അത് തനിയെ ഉണ്ടായതൊന്നല്ല കേട്ടോ. ഇത് എന്തിനാണെന്നല്ലേ, ഇത് എനിക്ക് നാളെ വെളിച്ചെണ്ണ കാച്ചിട്ട് തേക്കാനാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ.